പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. തിന്മയിൽ നിന്നുള്ള മോചനത്തിന്റെ ദിവസമാണ്, സർപ്പത്തിനെ തലതകർത്ത ദിവസമാണ്. അത് ഓർത്തിട്ട് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും തിന്മകളുടെ മേൽ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിലെ സർവ്വ സന്തോഷത്തോടെ ഈ സുപ്രഭാതത്തിലെ അമലോത്ഭവ തിരുനാളിൻ്റെ വലിയ ദിവസം അങ്ങയുടെ മക്കളെ ഞാൻ അങ്ങയുടെ സ്ത്രീവായിൽ ആശീർവദിക്കുന്നു. കർത്താവെ, സർപ്പത്തെ തല തകർത്ത അതിനുവേണ്ടി ദൈവത്തിൻ്റെ മനസ്സിൽ അപ്പയുടെ മനസ്സിൽ ജനിച്ച മാനസപുത്രിയാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അപ്രതിരോധ്യമായ മാധ്യസ്ഥ ശക്തിയാണ്. ആ അമലോത്ഭവ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അങ്ങനെ ഈ പ്രാർത്ഥന നടക്കുന്നത്. കർത്താവേ, അനേകം കുടുംബങ്ങൾ ആഭിചാരത്തിന് തിന്മകളിൽ പെട്ടിട്ടുണ്ട്. അനേകം ശത്രുക്കൾ വിഴുങ്ങിയിട്ടുള്ള കുടുംബങ്ങളുണ്ട്. ഒരു കാരണമില്ലാതെ ദുരുദ്ദേശത്തോടുകൂടി ശത്രുക്കളുടെ ശ്വാസം മുട്ടിച്ച് ജീവിക്കാൻ പൊറുതി മുട്ടിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടുന്ന് വിറ്റുചുട്ട് പോകാൻ വേണ്ടി അവരെ ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ശുദ്ധജീവികളെ വിട്ടും ആഭിചാരം ചെയ്തും ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട്. മക്കളെ ഉപദ്രവിക്കുകയും അവരെ കളിയാക്കുകയും അങ്ങനെ പലതരത്തിൽ ഇവിടുന്ന് പോകാൻ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന പപ്പ മക്കളുടെ മുമ്പിൽ നിസ്സഹായിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. അമ്മേ, സർപ്പത്തിൻ്റെ തലയെ തകർത്ത് നിൻ്റെ കൈകൾ നിൻ്റെ കാലുകൾ ഇങ്ങനെയുള്ള തകർക്കപ്പെട്ട കുടുംബങ്ങളിലെ ശത്രുദോഷമുള്ള കുടുംബങ്ങളിലെ മറ്റു തരത്തിലുള്ള വേവലാദികളും ആവലാദികളും പെട്ട് മറ്റുള്ള ഞെരിക്കുന്ന കുടുംബങ്ങളിലെ അമ്മയുടെ കാല് പെടണം. ശത്രുക്കളുടെ തല തകർക്കപ്പെടുകയും അതേസമയം തന്നെ നിൻ്റെ നീതിക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി കഴിയുന്ന മക്കൾ ദൈവനാമത്തിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അമലോത്ഭവമാതാവിനെ ഇന്നെല്ലാം എല്ലാ പീഡിത കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ, പീഡകൾ, നിങ്ങളുടെ പ്രലോഭനങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, ഞെരുക്കങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ, വസ്ത്രം, സ്ഥലം, വീട്, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളും ഇല്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ ജീവിതം,
ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, സമാധാനം ഇല്ലാത്തവർ, വീട്ടിൽ ആലങ്കലപ്പെട്ട് കിടക്കുന്ന ജീവിതം, ഇങ്ങനെ ജീവിത പങ്കാളി കിട്ടാത്തവർ, അവർ മക്കൾ ഇല്ലാത്തവർ, ഇങ്ങനെ എല്ലാ വല്ലായ്മക്കാരെയും ഈ അമരോത്ഭവ ദിവസം ഈ സർപ്പങ്ങളെല്ലാം, ഈ തിന്മകളെല്ലാം മാതാവിൻ്റെ ചവിട്ട് കൊണ്ട് തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഭൂസ്വലോക രാജ്ഞിയായി മുട്ടിത്തെറിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രാജകീയ ശക്തിയായി നിന്റെ കുടുംബത്തെ ഭരിക്കട്ടെ. അമ്മേ, സൈന്യാധിപേ, സൈന്യങ്ങളുടെ മാതാവായ അമ്മേ, ഈ എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കണമേ. നിന്റെ നീല മേലങ്കിയാൽ അയാളുടെ മക്കളെ സംരക്ഷിക്കണമേ. അമലോത്ഭവത്തിൻ്റെ ആത്മീയ ശക്തിയാൽ നിങ്ങളുടെ തിന്മകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ അവശതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മളിന്ന് വായിക്കുന്ന സുവിശേഷം ഉൽപ്പത്തി പുസ്തകം 3:15. നീയും സ്ത്രീയും തമ്മിലും 13:15 നീയും സ്ത്രീയും തമ്മില് നിന്റെ സന്തതിയും അവളുടെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇത് എനിക്ക് ഏറ്റവും എല്ലാപ്പോഴും ഇഷ്ടപ്പെട്ട വചനമാണിത്. കാര്യം ഇത് പുതിയ നിയമം മുഴുവനും ഇത് ഒറ്റ വചനത്തിലാണ്. ഇങ്ങനെ ഒരു ആണിക്കല്ല് വചനം എന്ന് പറയും, അടിസ്ഥാന വചനമാണ്. അതായത് അപ്പായുടെ മനസ്സിൽ അമ്മ ജനിക്കുന്ന ഒരു മുഹൂർത്തമാണിത്. അപ്പ വിശ്വസിച്ച ഒരു സ്ത്രീവർഗം, അതിലൂടെ പുരുഷവർഗവും തീർച്ചയായിട്ടും ദൈവഹിതത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും അകന്നുപോയും കൃപ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ആത്മീയമായി മരിച്ചുപോയ ഒരു സാഹചര്യം. അവിശ്വസ്തയുടെയും വഞ്ചനയ്ക്ക് അകപ്പെട്ടും തിന്മകളിലേക്ക് കുപ്പുകുത്തിയ മനുഷ്യപ്രകൃതിയുടെ ദുരാവസ്ഥകൾ ഭയങ്കരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഈ പ്രതീകങ്ങളിലൂടെ. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിൽ അപ്പയുടെ സ്നേഹം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് എന്താണ്? അമ്മയുടെ ജനനം. എന്താണ്? എന്നെ അനുസരിക്കുന്ന ഒരു മകള് ഏത് കുരിശ് കിടന്നാലും മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമാകാൻ മനുഷ്യപ്രകൃതിയെ ദൈവം വരേണ്ടി വന്നാൽ ആ കുരിശ് സർവാനുമന ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കുരിശ് ചുവട്ടിലെ ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ദൈവഹിതം നിറവേറ്റുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലെ, യഥാർത്ഥ ദൈവ പൈതലെ അപ്പയുടെ മനസ്സിലെ സ്വപ്നമാണ് അമ്മ. അതുകൊണ്ട് തന്നെയാണ് ഈശോയും അപ്പയും കൂടി അമ്മയുടെ ശിരസിൽ കിരീടം വെക്കുന്ന മഹാകാഴ്ചകൾ കലാകാരന്മാരും കാണിച്ചു തരുന്നത്, ഭൂസ്വലോകൻ്റെ രാജ്ഞിയായി അമ്മ മുടിപ്പിക്കപ്പെടുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ആദ്യമകാലം ഇപ്പോൾ വാസ്കോ ഡി ഗാമയും അതുപോലെ എല്ലാ കപ്പലോട്ടക്കാരും അവരുടെ കപ്പലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നത്, അവർക്ക് ഒരു സ്ഥലം അറിയാൻ പറ്റില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല, ഏത് കാര്യത്തേക്ക് എത്തുമോ തിരിച്ചു വരുമോ ഒന്നൊന്നും അറിയത്തില്ല. പക്ഷേ കപ്പലിൻ്റെ ഫ്രണ്ടിൽ, വാസ്കോ ഡി ഗാമയുടെ കപ്പലിൻ്റെ ഫ്രണ്ടിൽ മാതാവിൻ്റെ അമലോത്ഭവ മാതാവിൻ്റെ രൂപമാണ് വെക്കണം. അങ്ങനെ ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചരിത്രത്തിലൊക്കെ എല്ലാം സംസ്കരിക്കാൻ നോക്കും. അവർ ബിസിനസ്സിന് വന്നതാണ്. ആ ബിസിനസ്സിൻ്റെ പേരിൽ പിന്നീട് അവർ ആ ബിസിനസ് എല്ലാ രാജ്യങ്ങളിലുള്ളവരെല്ലാവരും ചെന്നിട്ട് എല്ലായിടത്തും യുദ്ധം തന്നെ ചെയ്തിരിക്കണത്. എൻ്റെ ആരും പ്രത്യേകിച്ച് ആരും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട കാര്യം ചരിത്രത്തിൽ കണ്ടെക്കേണ്ട കാര്യമില്ല. ആരെല്ലാം ഇവിടെ എല്ലാം പോയിട്ടുണ്ട്, അവരെല്ലാം യുദ്ധം ചെയ്യുകയും തങ്ങളുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ചേർത്ത് നിൽക്കാൻ കഴിയുള്ളവരടുത്ത് വില പോകത്തില്ല, ചേർത്ത് നിൽക്കാൻ പറ്റാത്തുള്ളവർ സന്തോഷത്തിൽ സ്വീകരിക്കുന്നവരുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ പക്ഷേ എൻ്റെ പോയിൻ്റ് അതല്ല. എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് സാഹസികമായ യാത്ര, ലോകത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു യാത്രയാണ്. ആ യാത്രയുടെ മുമ്പിൽ നിൽക്കുന്ന ആരാണ്? അമലോത്ഭവ മാതാവാണ്. അത് അവരുടെ വിശ്വാസമാണ്. വാസ്കോ ഡി ഗാമയുടെ നെഞ്ചിൽ ഒരു പ്ലേറ്റാണ്, സ്വർണ്ണത്തിന് പലക, അതിന്മേൽ അമലോത്ഭവ മാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാമുദ്രി എടുത്ത് വന്നപ്പോൾ സാമുദ്രിക്ക് കുറച്ച് സ്വർണവും ഒക്കെ പോർട്ടുഗീസ് രാജാവ് കൊടുത്തു വിട്ടായിരുന്നു. അതൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഈ ചെവിതിന്ന ആൾക്കാർ പറഞ്ഞ് ആ നെഞ്ചത്ത് കിടക്കണ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വർണ്ണമാണെന്ന് വിചാരിച്ചൊരു സാമുദ്രി അത് ചോദിച്ചു. കേരളപ്പഴമേൽ ഗുണ്ടേട്ടൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ സാമുദ്രിയോട് ഈ അമലോത്ഭവ മാതാവിനെ കൊത്തി വെച്ചിരിക്കുന്ന ഈ സ്വർണ്ണ പ്ലേറ്റാണ്, മരത്തിൽ പ്ലേറ്റാണ് ചോദിച്ചത്. അത് സ്വർണ്ണമാണെന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. അപ്പോൾ വാസ്കോ ഡി ഗാമ പറയും ഇത് തരികയിലെന്ന് ദുഭാഷിയുടെ കൂടെ പറഞ്ഞു. ഈ ഭാഷ തർജ്ജമ ചെയ്യുന്ന ആളോട് പറയും ഇത് തരികയില. എന്താ കാര്യം? ഇത് സ്വർണ്ണമല്ല, ഇത് സ്വർണ്ണമായാലും തരത്തില്ല. കാര്യം സ്വർണ്ണത്തേക്കാൾ വിലയുണ്ട്. ഇവളാണ് ഞങ്ങളെ കടലിൽ വെച്ച് രക്ഷിച്ചത്, അമലോത്ഭവ മാതാവ്.
അപ്പോൾ അവിടെയൊക്കെ വിശ്വാസം അതാണ്. അവരൊക്കെ ഈ ലോകത്തിൽ ഇന്ന് ജയിച്ചവരാണ്, ചരിത്രത്തിൻ്റെ പുരുഷന്മാരുടെ ഉണ്ടെങ്കിൽ അതിന് പിന്നിലെല്ലാം എല്ലാ വിജയത്തിനും മുമ്പിൽ ഒരു സ്ത്രീയുണ്ട്. ക്രിസ്തുവിൻ്റെ ആയാലും വാസ്കോ ഗാമയായാലും എല്ലാം. അതായത് നമ്മളെ മാതാവിൻ്റെ മധ്യസ്ഥം സത്യസന്ധമാണ്. മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ളതാണ് യേശുവിൻ്റെ ജീവിതം ജീവിച്ച് സാക്ഷ്യമാകാനുള്ളതാണ്. അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും ക്രിസ്തുവിനെ കൈമാറുന്നവർക്കും മാതാവ് കൂടിയേ തീരത്തുള്ളൂ. എന്താ കാര്യം? മാതാവാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചതും, മാതാവാണ് വയറ്റിട്ട് വളർത്തിയതും, മാതാവാണ് വീട്ടിൽ നിർത്തി വളർത്തിയതും, മാതാവാണ് പരസ്യത്തിൽ കൂടെ പോയതും. കുരിശിൻ്റെ ചുവട്ടുവരെ നിന്നിട്ട് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞ ആ വാക്ക് രക്തത്തിൽ ചവിട്ടിൽ പാലിച്ച അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥം മാതൃകയുമാണ്. അമ്മയുടെ മധ്യസ്ഥം അപ്രതിരോധ്യമാണ്. ദൈവത്തിന് പോലും അമ്മയുടെ മധ്യസ്ഥം പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമയമായില്ലെന്ന് പറഞ്ഞിട്ട് പോലും കർത്താവ് സമയമാക്കി അമ്മയുടെ വാക്ക് ബഹുമാനിച്ചത്. അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന ക്രിസ്തുവും അമ്മയുടെ വാക്ക് ബഹുമാനിക്കുന്ന അപ്പനോടുള്ള കാലം മരിയം മധ്യസ്ഥം ലോകത്തെ ഭരിക്കും, നിങ്ങളെയും നമ്മളെയും. പ്രൈസ് ദി ലോർഡ്.